നമ്മുടെ അച്ചായൻ എല്ലാവർക്കും അറിയാലോ, തൊപ്പിയുടെ കളിക്കൂട്ടുകാരനായിട്ടുള്ള അച്ചായൻ സൂജൻ വർഗീസ്. ഞാനിവിടെ സമാധാനമായിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കില്ലല്ലേ? അത്യാവശ്യം പ്രായമുള്ള ഒരു വ്യക്തിയാണ്. എന്നാലും നീ ഇടയായിട്ടും നന്നായിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ ഒന്ന് നന്നായി വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്റെ ജാതകത്തിൽ. നല്ല അസല് ജാതകം. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അച്ചായൻ ഒരു പെൺകുട്ടിയെ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടി കൂടെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഒരു കുറ്റമല്ല. നടക്കുന്നതിന് മുന്നേ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പോലും ആവുന്നതിന് മുമ്പേ തന്നെ അങ്ങനെ വേക്കപ്പ് ആയി നേരെ അടുത്ത കല്യാണം കഴിച്ച്. ഇവനാള് മോശമില്ലല്ലോ, ഇവന് തന്നെയാ പരിപാടി. ഈ പറയുന്ന അച്ചായന്റെ ഒരു ബന്ധു എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കണ്ടന്റ്? എന്നിട്ട് എന്നോട് ഇവര് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. അവന് ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ്. കുറെ സ്ത്രീകള്. അയ്യോ, പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയ ദൈവമേ. ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ പുറകിൽ കൂടെ വന്ന ഒരൊറ്റ അടിയുണ്ട്. ഇതാണോ സംസ്കാരം? സോറി, പെട്ടെന്നൊരു ആക്രാന്തത്തിൽ ഞാൻ അടിച്ചെന്ന് പറഞ്ഞാ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അടി നടുവിനിട്ട് തന്നു. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. എനിക്ക് ആ സമയത്ത് എന്റെ ബോഡി എങ്ങനെയാണ് പോയത് എനിക്കറിയില്ല. അത് അല്ല സാറേ, അതോമാർക്ക് വെള്ളത്തിന്റെ പുറത്തറിയാണ്ട് പറ്റിയതാണ്. ഏത് എങ്ങനെ ചെയ്യണം എന്ത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ടോ? സിനിമ പ്രൊഡ്യൂസറാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവന്റെ അമ്മയാണ് വിളിക്കുന്നത്. അവനൊരു കല്യാണം വേണം. ഞമ്മക്കൊരു ബാപ്പയാവണ്ടേ ഉമ്മ. നമ്മളെ ട്രാപ്പിലാക്കുമെന്ന് പറയത്തില്ലേ, അമ്മയുടെ മോന്റെ പരിപാടി മെയിൻ ബിസിനസ് ആണെന്ന് ഞാൻ തന്നെ പറയാം. ഗേൾസിനെ വളച്ചെടുത്ത് എന്തായാലും എന്റെ രാവൻകുട്ടി നീ ഇത്ര ചെറ്റയായി പോയല്ലോ. അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും. നീ കൊറേ നേടുന്നുണ്ടല്ലോ. അവരെ കയ്യിലുള്ള പൈസ മേടിച്ചെടുക്കും. ഒരു പ്രയോജനം ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എനിക്ക് എന്താ വട്ട? നമുക്ക് എന്തെങ്കിലും ഞാൻ ഒക്കണ്ടേ? എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തേക്ക് കൊണ്ട് ഒരു താലി കെട്ടും. എന്നിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നടത്തും. ഇങ്ങോട്ട് നോക്കിക്കൊന്ന്. എന്നിട്ട് ഇവനൊന്നും മദ്രാസിൽ പോകുന്നു പറഞ്ഞ് ഇവനങ്ങ് പോവും. പിന്നെ ആ തള്ള ആ സ്ത്രീയെ ചവിട്ടി ഓടിക്കും. മാസ്റ്റർ പ്ലാൻ. ഇവൻ ഇതൊന്നും ഒരു പുത്തരിയല്ല. അവന് ഒരുപാട് തെളിവടക്കം തരാം. തെളിവടക്കം ഉണ്ട്. സാർക്ക് ഇപ്പടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. ഈ തള്ള അവന്റെ അമ്മ, തള്ള എന്ന് വെച്ചാൽ അമ്മ, ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറില്ല. ഞാൻ സ്ഥിരം മദ്യപിക്കാറേ ഇല്ല. വോഡ്കയാണ് വേണ്ടത്. വോഡ്കയാണ് അവരുടെ ബ്രാൻഡ്. വർഷത്തിൽ 2 പ്രാവശ്യം, മഴ ഉള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും. ഈ അമ്മയുടെ സ്വഭാവം എന്തായിരുന്നു അവിടെ? വളരെ മോശം. വൃത്തികെട്ട തള്ള. അവൻ കള്ളു പിടിക്കാറില്ല, പെണ്ണ് പിടിക്കാറില്ല, ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. തെളിവ് ഞാൻ തരാം. അവനെ പറ്റിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. അവനെ പറ്റി നാട്ടുകാർക്ക് ശരിക്കും അറിയില്ല.